ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എനർജിയിലെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഓസിലേറ്റിംഗ് അല്ലെ ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിങ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ അവസാന ഭാഗമാണ്. അതിൽ വരുന്ന എന്താണ് ഫസ്റ്റ് പവർ എന്ന് പറയുന്ന ഭാഗം. എന്താണ് പവർ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പവർ അല്ലേ. പവർ ഉണ്ട്, പവർ കൂടുതലാണ്, പവർ കുറവാണ്, ഇത്ര പവറുള്ള ഉപകരണം, ഇതൊക്കെ പവർ എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ആക്ച്വലി ഹൗ യു ക്യാൻ ഡിഫൈൻ പവർ? ആക്ച്വലി എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? പവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് നടക്കുന്നതിൻ്റെ, വർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡിൽ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? ഒരു സെക്കൻഡിൽ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റിയിലെ ചേഞ്ച്, ദാറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയാം. അതുപോലെ ഒരു സെക്കൻഡിൽ ഒരാൾ ചെയ്യുന്ന വർക്കിനെ, വർക്ക് ഡൺ, ഒരാൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഒരു വർക്ക് ചെയ്യാൻ, ആ ഫോഴ്സ് ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യുന്നു, അതാണ് ആ ഫോഴ്സിന്റെ പവർ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 100 സെക്കൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത്ര ജൂൾ വർക്ക് ഞാൻ 100 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്തു എങ്കിൽ എൻ്റെ പവർ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അതാണ് എൻ്റെ പവർ. അപ്പോൾ ഞാൻ ആകെ ചെയ്ത പവർ വർക്ക് എനിക്കറിയാം, ആകെ ചെയ്യാനെടുത്ത സമയവും അറിയാമെങ്കിൽ പവർ കാണാൻ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞു? ഒരു സെക്കൻഡിൽ, അതായത് ഒരു സെക്കൻഡിൽ ഞാൻ എത്ര വർക്ക് ചെയ്തു അതാണ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എത്ര വർക്ക് ചെയ്തു അതാണ് പവർ. അപ്പോൾ പവർ കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എന്ത് ചെയ്താൽ മതി? പവർ ഇസ് ഈക്വൽ ടു ഒരാൾ ചെയ്ത വർക്ക് നമുക്കറിയാമെങ്കിൽ, സോ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ടൈം. ഒരാൾ ചെയ്ത വർക്ക് ഡണ്ണിനെ ആ വർക്ക് ചെയ്യാനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത വർക്ക് ബൈ ടൈമിനെയാണ് പവർ എന്ന് പറയുന്നത്. സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ദാറ്റ് ഈസ് P is equal to W by T, and this is the expression for power. So power കാണാൻ എക്സ്പ്രഷൻ ആണ് വർക്ക് ബൈ ടൈം. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? എങ്ങനെയാണ് പവറിന്റെ യൂണിറ്റ് നമ്മൾ കാണാം? നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ജൂൾ, ആൻഡ് ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സോ യു ക്യാൻ സേ ജൂൾ പെർ സെക്കൻഡ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് what? പവർ. പവറിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. എന്നാൽ നമ്മൾ ഈ ജൂൾ പെർ സെക്കൻഡിനെ നമുക്കൊന്ന് ഷോർട്ട് ആക്കിയിട്ട് അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് വാട്ട്. WATT, വാട്ട്. അപ്പോൾ പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് വിളിക്കുന്ന പേരാണ് വാട്ട് എന്നാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ h W. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? പവറിന്റെ SI യൂണിറ്റ് ആക്ച്വലി എന്താണ്? വാട്ടാണ്. ആക്ച്വലി ജൂൾ പെർ സെക്കൻഡ് ആണ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? വാട്ട്. അപ്പോൾ പവറിന്റെ SI യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു നോക്കുക, ദാറ്റ് ഈസ് വാട്ട്. ഓക്കെ. അതുപോലെ പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടെ പറയാം അല്ലെ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ എന്താണ്? പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലെ. വർക്കിന് വേണേൽ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാം, ബൈ. അപ്പൊ അങ്ങനെ എഴുതിക്കൂടെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് S അല്ലെ, D കൊടുക്കാറ് S കൊടുക്കാറ് എന്തായിക്കോട്ടെ. അപ്പൊ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ. വർക്കിന് ഞാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഴുതി, ടൈമിന് T എന്ന് കൊടുത്തു. അപ്പൊ ഫോഴ്സിന് നിങ്ങൾക്കറിയാം എന്താണ് ഫോഴ്സിൻ്റെത്, അല്ലെങ്കിൽ വർക്കിന്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വർക്കിന് എന്താ വരുന്നത്? mL² T⁻² അല്ലെ. അതായത് ഫോഴ്സിന്റെ mL T⁻² ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു L കൂടെ വരുമ്പോൾ L L² ആവും. അപ്പൊ mL² T⁻² ഡിവൈഡഡ് ബൈ T, ദാറ്റ് ഇസ് T. അപ്പൊ ഇത് T⁻1 ആണ് ആക്ച്വലി. ഈ T മുകളിലേക്ക് വരുമ്പോൾ T⁻1 ആകും. ആ -1ഉം -2 കൂടി ചേരുമ്പോൾ എന്ത് വരും? mL² T⁻³ എന്ന് വരും. mL² T⁻². ആൻഡ് ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. ഓക്കെ. ഇനി പവറിനെ നമുക്ക് ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പവറിനെ എന്താണ്? നമുക്കറിയാം പവറിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലെ. പവർ P ഇസ് ഈക്വൽ ടു W ബൈ T. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് W?
W is equal to, you can write that is F dot S divided by T. അല്ലേ, W work done എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അല്ലേ. വർക്ക് ഡൺ ഇസ് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡോട്ട് എസ്. ഇനി നമുക്ക് വാട്ട് ഈസ് എസ് ബൈ ടി, വാട്ട് ഈസ് എസ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി അല്ലേ, അത് വെലോസിറ്റി ആണ്. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് എഫ് dot displacement by time is, you can write this velocity. So you will get the expression for P power as P is equal to, actually F is a vector quantity and V is also another vector quantity. So you can write that is P is equal to F dot V. This is in the vector formula. Like നമ്മൾ ആ സ്കേലാർ പ്രൊഡക്റ്റിന്റെ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ P is equal to F dot V എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി, ഈ റിലേഷൻ കൂടി ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ആണ്. പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ടേമിൽ നമുക്കിങ്ങനെ എഴുതാമുള്ളത് വളരെ സിമ്പിൾ ആണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, W is equal to F dot D, ഡിസ്പ്ലേസ്മെന്റ് D എന്ന് കൊടുക്കാം. അപ്പോൾ എസ് ആ കൊടുത്തുള്ളൂ, എസ് എന്ന് കൊടുത്തു. അപ്പോൾ എസ് ബൈ ടി നമുക്ക് V എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ V ആണ്. അപ്പോൾ F dot V എന്ന് എഴുതാം. അപ്പോൾ പവറിന്റെ എക്സ്പ്രഷൻ ആയിട്ട് F dot V എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ വാട്ട് എന്ന് പറയുന്നത് അല്ലെ, യൂണിറ്റ് ഓഫ് പവർ നമ്മൾ പറഞ്ഞു വാട്ട് അല്ലെ, W യൂണിറ്റ് ഓഫ് പവർ ആണ്. ഇനി മറ്റൊരു യൂണിറ്റ് ആണ് കിലോ വാട്ട് അല്ലെ. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 വാട്ടിനെയാണ് 1 കിലോ വാട്ട് എന്ന് പറയും അല്ലെ. കിലോ വാട്ട് എന്ന് പറയും, കിലോ വാട്ട്, നമ്മൾ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ 1000 വാട്ടിനെയാണ് എന്ത് പറയുന്നത്, 1 കിലോ വാട്ട് അല്ലെ. അപ്പോൾ 1 കിലോ വാട്ട് ഇസ് ഈക്വൽ ടു, യു ക്യാൻ സേ ദാറ്റ് ഈസ് 1000 വാട്ട്. ഇതുപോലെ തന്നെ പവറിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് HP എന്ന് പറയും, ഹോഴ്സ് പവർ എന്ന് പറയും. എത്രയാണ് 1 ഹോഴ്സ് പവർ, ചിലപ്പോൾ 1 വേർഡ് ചോദിക്കുകയാണ്. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാലും പവറിന്റെ ഒരു യൂണിറ്റ് ആണ്, SI യൂണിറ്റ് അല്ല, പവറിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 746 വാട്ടിനെയാണ് 1 ഹോഴ്സ് പവർ, അതായത് 1 HP എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഈ യൂണിറ്റുകൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ യൂണിറ്റുകളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കൊളീഷൻസ്, നമ്മൾ ഇതിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് കൊളീഷൻസ്. എന്താ കൊളീഷൻസ് എന്ന് പറഞ്ഞാൽ, കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടിയിടിക്കുക അല്ലേ. ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളിന്റെ മുകളിൽ ഒരു ഷോർട്ട് ടൈം, വെരി ഷോർട്ട് ടൈമിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കൊളീഷൻസ് എന്ന് പറയാം. ഇങ്ങനെ കൊളീഷൻസ് പലതരത്തിൽ, പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കൊളീഷൻസ് നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെ. ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഈ ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും ഇങ്ങനെ രണ്ടാക്കി തിരിക്കാൻ ഉള്ള കാരണം, ഒരു കൊളീഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ മൊമെന്റം അല്ലെ, അതിൻ്റെ മൊമെന്റം അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, ഒരു ബോഡിയുടെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റവും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള മൊമെന്റവും കൈനറ്റിക് എനർജിയും ഒക്കെ സെയിം ആണെങ്കിൽ അത്തരം കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയാം. സോ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ കൊളീഷൻ എന്താണ്, ദ മൊമെന്റം ആൻഡ് ബോത്ത് ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ? ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഏത് ടൈപ്പ് കൊളീഷനിലും അതിൻ്റെ മൊമെന്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, ടോട്ടൽ എനർജിയും. ഇവിടെ നമ്മൾ പറയുന്നത് മൊമെന്റം കൺസേർവ്ഡ് ആണ്, ബട്ട് എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മറ്റു ഫോമിലേക്ക് ചിലപ്പോൾ മാറിയിട്ടൊക്കെ ഉണ്ടാവും, എന്താവും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല, എന്നാൽ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ അത്തരം കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സോ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. But in inelastic collision, momentum is conserved, but kinetic energy is not conserved. അത്തരം കൊളീഷൻസിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയാം. ഇനി ഇതിന് എക്സാമ്പിൾസ് ചോദിക്കുകയാണ്. സാധാരണ ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഒക്കെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾസിന്റെ, വെരി മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ്, ഇത്തരം പാർട്ടിക്കിൾസിന്റെ ഒക്കെ കൊളീഷൻസ്, 2 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുക, ആറ്റങ്ങൾ കൊളൈഡ് ചെയ്യുക, അതുപോലെ സബ് അറ്റോമിക് ഇലക്ട്രോൺസ്, ന്യൂട്രോണുകൾ കൊളീഷൻസ് നടക്കുക. ഇത്തരം കൊളീഷൻസ് എല്ലാം അല്ലെ മൈക്രോ പാർട്ടിക്കിൾ
പാർട്ടിക്കിൾസിന്റെ എന്താണ് കൊളീഷൻസ് എല്ലാം എന്ത് കൊളീഷൻ എക്സാമ്പിൾ ആണ്? ഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ ആണ്. അത്തരം കേസിൽ കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. എന്നാൽ മാക്രോ പാർട്ടിക്കിൾസിന്റെ നമ്മൾ പറയുന്നത് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാക്രോ പാർട്ടിക്കിൾസ്, വലിയ വലിയ പാർട്ടിക്കിൾസ്. ഈ മാക്രോ പാർട്ടിക്കിൾസിന്റെ എന്താണ് കൊളീഷൻസ്, വലിയ വലിയ സ്റ്റോണുകൾ രണ്ടെണ്ണം കൊളൈഡ് ചെയ്യുക, വലിയ ബോഡികൾ തമ്മിൽ എന്ത് ചെയ്യുക, കൊളീഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. സോ സച്ച് കൊളീഷൻസ് ആർ കാൾഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ. നമുക്ക് പറയാം എന്താണ് ഈ ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ നമ്മളൊരു വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ പറയാൻ പോവാണ്. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിക്കിൾ വന്നിട്ട് മറ്റൊരു പാർട്ടിക്കിളിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഹിറ്റ് ചെയ്യുന്നു. ആ കൊളീഷന് ശേഷം ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒരു സെയിം സ്ട്രൈറ്റ് ലൈനിലാണെങ്കിൽ, ഈ കൊളീഷൻസ് നടക്കുമ്പോഴും എന്താണ് ഈ കൊളീഷൻസ് നടന്നു കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ തന്നെയാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം കൊളീഷൻസിനെയാണ് വൺ ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയുക. ടു ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ വന്നിട്ട് മറ്റൊരു പാർട്ടിക്കിളിന്റെ മുകളിൽ ഹിറ്റ് ചെയ്യുകയാണ്. ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ ഹിറ്റ് ചെയ്തപ്പോൾ ഈ ബോഡി ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയി, രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയി. സോ ദേ ആർ മൂവിങ് ഇൻ എ പ്ലെയിൻ, അല്ലേ? ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുക, രണ്ട് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലൈനിലല്ല. ഇവിടെ നോക്കുക, ഇടിച്ച് നേരെ ഇടിക്കുന്നത് ഹെഡ് ഓൺ കൊളീഷൻ എന്ന് അതിനെ പറയാം. ഹെഡ് ഓൺ കൊളീഷൻ. ഓക്കെ, വൺ ഡയമെൻഷൻ കൊളീഷൻ ഈസ് ആൾസോ കാൾഡ് ഹെഡ് ഓൺ കൊളീഷൻ. അങ്ങനെ വരുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യും. ഇത് ടു ഡയമെൻഷൻ കൊളീഷൻ ആണ്, രണ്ട് ഡയറക്ഷൻ ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യും. ഈ രണ്ട് കേസിലുള്ള നമുക്കറിയാം, രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ കൊളീഷൻ നടക്കുമ്പോൾ അതിന് മുമ്പ് എന്താണ്, അതിന് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും മാസും ഒക്കെ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻസ്, നമുക്ക് ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി, ഇപ്പോൾ ഇതിന് ഇനീഷ്യൽ വെലോസിറ്റിയും മാസും അറിയാം, ഇതിന്റെ മാസ് അറിയാമെങ്കിൽ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി, കൊളീഷന് ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്ലെയിൻ എന്താണ് ടു ഡയമെൻഷണൽ കൊളീഷന്റെ കേസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. വൺ ഡയമെൻഷണൽ കൊളീഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു എക്സ്പ്രഷൻ നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ പോവാണ്. ഫസ്റ്റ്, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഒരു സ്ട്രൈറ്റ് ലൈനിൽ നടക്കുന്ന ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പാർട്ടിക്കിളുടെ മാസ് m1 ആണ്, രണ്ടാമത്തെ പാർട്ടിക്കിളുടെ മാസ് m2 ആണ്. m1 ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, u1 ആണ്. m2 ഒരു വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് u2. ഓക്കെ, കൊളീഷന് മുമ്പുള്ള സംഗതിയാണത്, അല്ലെ? മാസ് m1 m2, വെലോസിറ്റി u1 u2. ഇതൊരു കൊളീഷൻ നടക്കുകയാണ്, ഒരു പോയിന്റ് ഒരു കൊളീഷൻ നടന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം രണ്ട് പാർട്ടിക്കിൾസ് ഇപ്പോൾ ഒന്ന് പതുക്കെ പോവാണ്, ഒന്ന് സ്പീഡിൽ വരികയാണ്. അപ്പോൾ ഈ പതുക്കെ പോകുന്ന പാർട്ടിക്കിളിന്റെ സ്പീഡ് വരുന്ന പാർട്ടിക്കിൾ പോയി ഇടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിന്റെ വെലോസിറ്റി കുറയും, ഇതിന്റെ വെലോസിറ്റി കൂടും. സോ ദേ ആർ മൂവിങ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഓക്കെ, സോ ദ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ m1 ഈസ് ചേഞ്ചസ് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷം m1ന്റെ വെലോസിറ്റി v1 ആയി. ആദ്യം u1 ആയിരുന്നു, അതെന്തായിട്ട് മാറി? v1 ആയി. m2ന്റെ വെലോസിറ്റി ആദ്യം u2 ആയിരുന്നു, അതെന്തായിട്ട് മാറി? v2 ആയിട്ട് മാറി. സോ വെലോസിറ്റീസ് ആർ ചേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു ഇലാസ്റ്റിക് കൊളീഷന്റെ കേസാണ്. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. എന്താ കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് എനർജിയും മൊമെന്റത്തിലും ചേഞ്ച് ഇല്ല. കൊളീഷൻ നടക്കുന്നതിന് മുമ്പായാലും കൊളീഷന് ശേഷമാണെങ്കിലും ടോട്ടൽ കൈനറ്റിക് എനർജി തന്നെയായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൊമെന്റം കൺസേർവ്ഡ് ആണല്ലോ, അല്ലെ? സിൻസ് യു ക്യാൻ റൈറ്റ് സിൻസ് P ഈസ് കൺസേർവ്ഡ്, അല്ലെ? മൊമെന്റം എന്താണ്? കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം. എന്താണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ? ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾ ആണുള്ളത്. ഇതിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസും വെലോസിറ്റിയും ആണ്. സാധാരണ മൊമെന്റം P = mv ആണല്ലോ. അപ്പൊ ഇതിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് ഇൻറ്റു ഇതിന്റെ വെലോസിറ്റി പ്ലസ് രണ്ടാമത്തിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ m2, ഇതിന്റെ മാസ് ഇൻറ്റു ഇതിന്റെ വെലോസിറ്റി. രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റ് കിട്ടും. ആ മൊമെന്റം എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ നമ്മൾ അത് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് m1 u1 പ്ലസ് m1 u1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ്, പ്ലസ് m2 u2, ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ടിക്കിളുടെ മൊമെന്റം. ഓക്കെ, ഇത് രണ്ടും ഇതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. അതെന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നത്?
total momentum after collision equal ആണ്. എന്താണ് total momentum after collision? That is m1v1 അല്ലേ, ഇതിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസും വെലോസിറ്റിയും പ്ലസ് ഇതിന്റെ മൊമെന്റ് എന്താ വരുന്നത് m2v2. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ m1ന്റെ ടേം ഒരുമിച്ച് എഴുതാം, m2ന്റെ ടേം നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. ദാറ്റ് ഈസ് m1, ഈ m1 v1 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തെഴുതാൻ പറ്റും, ഇവിടെ m1 u1 ഇതെന്ത് വരും മൈനസ് m1 v1 is equal to m2 v2 minus m2 u2. Okay, now from this equation നമുക്ക് രണ്ട് ഭാഗത്ത് ഇവിടെ m1 കോമൺ ആണ്. സോ m1നെ പുറത്തേക്ക് എടുക്കാം. m1 ഇൻറ്റു u1 മൈനസ് v1 is equal to ഇവിടെ m2 പുറത്തേക്ക് എടുക്കാം, m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് എഴുതാം. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി അവിടെ നിന്ന് നമ്മൾ m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 അവിടെ നിർത്തുക. ഇനി നമുക്ക് പറയാം ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. മൊമെന്റം മാത്രമല്ല കൺസേർവ്ഡ്, എന്തും കൂടെ കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി. അപ്പോൾ സിൻസ് കൈനറ്റിക് എനർജി ഈസ് ആൾസോ കൺസേർവ്ഡ് അല്ലേ, കൈനറ്റിക് എനർജിയും എന്താണ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, total kinetic energy before collision is equal to total kinetic energy after collision. അപ്പോൾ എന്തായിരിക്കും കൊളീഷൻ മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് m2 u2 സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി. കൊളീഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണ്, ഈ ഭാഗത്ത് നമുക്ക് പറയാം എന്താണ് ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതേ രൂപത്തിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോമൺ ആയിട്ട് എല്ലാത്തിലുമുള്ള 1/2 നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ m1ന്റെ ടേം ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ ഒരു m1 v1 സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ m1 u1 സ്ക്വയർ മൈനസ് എന്ത് വരും m1 v1 സ്ക്വയർ is equal to ഇവിടെ എന്തുണ്ട് ഓൾറെഡി m2 v2 സ്ക്വയർ ഉണ്ട്, ഈ m2 u2 സ്ക്വയർ അങ്ങോട്ട് കൂടും മൈനസ് m2 u2 സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് m1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ is equal to m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എഴുതാമല്ലോ. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുലാണ്, ഇതും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുലാണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട്, മാത്സിൽ പഠിച്ച റിലേഷൻ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം അല്ലേ. ഈ റിലേഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, യെസ് പറഞ്ഞു നോക്കൂ. ഈ ഇക്വേഷൻ ബിക്കംസ് m1 ഇൻറ്റു എന്തെഴുതാം u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ u1 മൈനസ് എന്താണ് u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു എന്തെഴുതാം v2 മൈനസ് u2 ദാറ്റ് ഈസ് v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്ന് m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. സിമിലർലി m1 ഇൻറ്റു u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2. ഇത് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 2/1. ഇക്വേഷൻ 2/1 നമ്മൾ ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 2/1 ചെയ്യുമ്പോൾ LHSലെ ടേമിനെ LHS കൊണ്ട് ഡിവൈഡ് ചെയ്യുക, RHSന്റെ ടേമിനെ RHS കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ്റെ ഈ ഇത്രയും ഭാഗം ഒന്ന് എല്ലാവരും എഴുതിയെടുക്കുക. ഞാൻ എന്താണ് ഇവിടെ മായ്ക്കുന്നുണ്ട്, മായ്ച്ചിട്ട് പുറത്തേക്ക് എഴുതുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2/1 നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇക്വേഷൻ 2ൻ്റെ RHS LHS നമ്മൾ മുകളിൽ എഴുതി, RHS ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ എഴുതി, RHS എഴുതി, ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1ൻ്റെ അല്ലെ LHS ഇവിടെ എഴുതി, RHS ഇവിടെ എഴുതി അല്ലേ. ഇക്വേഷൻസ് നോക്കിയാൽ അറിയാം, 1ഉം 2ഉം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതാം. അവിടെ നമുക്കറിയാം ഈ U-1ഉം മോളും താഴെയുള്ള രണ്ട് ടേമുകൾ നമുക്ക് എന്ത് ചെയ്യാം, U1 - V1 അല്ലേ, താഴെ മോളും കട്ട് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ V2 - U2 കട്ട് ചെയ്യാം, M2 രണ്ടും കട്ട് ചെയ്യാം, M1 രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ റിലേഷൻ ദാറ്റ് ഈസ് U1 + V1 = V2 + U2. ഇങ്ങനെ നമുക്ക് റിലേഷൻ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് U1 ഈ U2 ഇങ്ങോട്ട് കൊണ്ടുവരും, -U2 = എന്ത് പറയാം, V2 - എന്തെഴുതാം, V1, ഓർ U1 - U2 = -(V1 - V2). ഇവിടുന്ന് നെഗറ്റീവ് പുറത്തെടുത്താൽ തിരിച്ച് ഇത് പ്ലസ് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ എന്താണ് U1 - U2 എന്ന് പറഞ്ഞാൽ, U1 - U2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയിൽ നിന്നും രണ്ടാമത്തെ ബോഡിയുടെ അല്ലെ കൊളീഷന് മുമ്പുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് പാർട്ടിക്കിൾ. ഇതും തന്നെയാണ്, അതും V1 - V2 എന്ന് പറഞ്ഞാലും വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ ആണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. അതായത് കൊളീഷന് മുമ്പ് ഈ രണ്ട് പാർട്ടിക്കിൾസും തമ്മിലുണ്ടാവുന്ന റിലേറ്റീവ് വെലോസിറ്റി അല്ലെ, ഇപ്പോൾ ഒന്ന് പതുക്കെ പോകുന്ന സ്പീഡിലാണ്, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാവും. അതായത് ഈ ഒന്നാമത്തെ പാർട്ടിക്കിൾ രണ്ടാമത്തേന് എത്ര വെലോസിറ്റിയിലാണോ അപ്രോച്ച് ചെയ്യുന്നത് അതേ വെലോസിറ്റിയിലാണ് കൊളീഷന് ശേഷം എന്ത് ചെയ്യുന്നത്, അവിടെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന വെലോസിറ്റി. ഇവിടെ നമുക്കറിയാം ഇത് അടുത്തേക്ക് വരികയാണ്. കൊളീഷൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കൊളീഷൻ കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകും. അതായത് ഇത് രണ്ടും തമ്മിൽ അകലം കൂടി വരെ ചെയ്യുക. കൊളീഷൻ മുമ്പ് അകലം കുറഞ്ഞു വരുന്നു, വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഇവിടെ കൊളീഷന് ശേഷം വെലോസിറ്റി നെഗറ്റീവ്, അതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, റിലേറ്റീവ് വെലോസിറ്റി before collision is equal to negative of the relative velocity after collision. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോഡി എന്താണ്, അടുത്തടുത്ത് വരികയാണ്. അതല്ലെങ്കിൽ എന്താണ്, ആദ്യത്തെ നമ്മൾ ഇത് ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ്. ആക്ച്വലി ആ നെഗറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്. ആദ്യം ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റിലേറ്റീവ് വെലോസിറ്റി. ആദ്യം കുറഞ്ഞു വരാണ്, ഡിസ്റ്റൻസ് കുറഞ്ഞു വരാണ്ട് അടുത്തതെന്നാണ് കൂടി വരികയായിരിക്കും. ആദ്യം കൂടി വരാണ്ട് അടുത്തതെന്നായിരിക്കും കുറഞ്ഞ, ആ ഒരു സംഗതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊളീഷന് ശേഷം ഈ രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇപ്പോൾ എക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി എന്താണ്, V1 എന്താണ്, അല്ലെങ്കിൽ V2 എന്താണ്, ഫൈനൽ വെലോസിറ്റി എയുടെ M1ന്റെ ഫൈനൽ വെലോസിറ്റിയും M2ന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് കാണാൻ പറ്റും ബൈ നോയിങ് ദ ഇനീഷ്യൽ വെലോസിറ്റീസ്. ഇനീഷ്യൽ വെലോസിറ്റീസും മാസും അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാർട്ടിക്കിൾസിന്റെ ഫൈനൽ വെലോസിറ്റി കാണാൻ പറ്റും. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൊളീഷന് ശേഷമുള്ള ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെയും M1ന്റെയും M2ന്റെയും ഫൈനൽ വെലോസിറ്റി V1ഉം V2ഉം കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ റിലേഷൻ ഉണ്ടല്ലോ അല്ലേ, ആ റിലേഷനിൽ നിന്ന് നമുക്ക് V1 = എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. V1 = എന്താ എഴുതാം, നേരത്തെ V1 + U1 = V2 + U2 എന്ന് കിട്ടിയിരുന്നു. അവിടുന്ന് V1 = ആ U1 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും -U1 എന്ന് വരും, V2 + U2 - U1 ഇങ്ങനെ എഴുതാം. ഓർ V2ന്റെ ടേമിൽ നമുക്ക് എഴുതാം V2 = U1 + V1 - U2. ഇവിടെ V1 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, V1 ഇവിടെ V2 അറിയണം. പക്ഷെ V1ഉം V2ഉം അറിയാതെ തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് കാണാൻ പറ്റും, നമുക്ക് ഒന്നുകിൽ V1, ഇപ്പോൾ V1ൽ കാണണമെങ്കിൽ V2 വേണമല്ലോ, എന്നാൽ V2 ഇല്ലാത്ത നമുക്ക് കാണാം. അതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ V1ന്റെ വാല്യൂ ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇത് രണ്ട് സിറ്റുവേഷനിലാണ് നമുക്ക് ആവശ്യം. ആദ്യം നമുക്ക് ഇപ്പോൾ V2 നമുക്ക് കാണണമെങ്കിൽ V2 നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 ആണിത്, നമ്മൾ നേരത്തെ മുമ്പ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ V2 എന്ന് നമുക്ക് V1 കാണണമെങ്കിൽ, V1ന്റെ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ V2 = അതായത് ഇക്വേഷൻ 4 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ടു ഫൈൻഡ് V1 നമ്മൾ V1 കാണാൻ പോവാണ്. V1 കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 in 1. ഇക്വേഷൻ 4 അല്ലേ, V2 = U1 + V1 - U2 എന്നുള്ളത്
ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുക. അതായത് V2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലോ, ഈ ഭാഗത്ത് എന്ത് കൊടുക്കുക, V2ക്ക് പകരം U1 + V1 - U2 എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക നോക്കുക. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് അല്ലേ, എന്തായിരിക്കും വരിക, M1 × U1 - V1 = M2 × V2 എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക, U1 + V1 - U2 എന്ന് കൊടുക്കുക. പിന്നെ ബാക്കി എന്താ ഉള്ളത് അവിടെ, -U2. ഓക്കെ, ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ M1 U1 - M1 V1 = ഇവിടെ M2 U1 + M2 V1 മൈനസ് ഇത് U2 - U2 -2U2 എന്ന് വരും. അപ്പോൾ -M2 2U2 എന്ന് എഴുതാം. M2 അല്ലെ, ഈ -U2 -U2 ചേർന്നാൽ എന്താവും, -2U2 ആവും. അപ്പോൾ -M2 2U2 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ നെഗറ്റീവ് ടേമിനെ നമ്മൾ LHSലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ M1 V1 അതേപോലെ തന്നെ ഇവിടെ M2 V1 ഉണ്ടാ നിർത്തുക. V1 ടേമിനെ മാത്രം ഒരു സൈഡ് നിർത്തുക, ബാക്കി വരുന്ന ടേമുകളെല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ ഒരു M1 U1 ഉണ്ട്, പിന്നെ ഒരു M2 U2, ഞാൻ ഈ U1 ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ -M2 U1, പിന്നെ ഈ M2 V1 അവിടെ നിൽക്കട്ടെ, ഈ -M2 U2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് +M2 + 2M2 U2 എന്ന് എഴുതാം അല്ലേ, +2M2 U2 = ഇവിടെ ഒരു M2 V1 ഉണ്ട്, M2 V1, ഈ -M1 V1 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +M1 V1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, V1 കോമൺ ആണ്. അതുപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ U1 കോമൺ ആണ് അല്ലേ, കോമൺ ആയിട്ടാണ്. ഞാൻ LHSും RHSും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്, കാരണം നമുക്ക് V1 ആണ് കാണേണ്ടത്. അതല്ലെങ്കിൽ അവിടെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ U1 ഞാൻ പുറത്തേക്ക് എടുത്തു. സോ M1 - M2 × U1 എഴുതി, കുഴപ്പമില്ലല്ലോ, +2M2 U2 = ഇവിടെ ഞാൻ V1 പുറത്തേക്ക് എടുത്തു, M2 + M1 എഴുതി. ഓക്കെ, ഇനി V1 = എഴുതാമല്ലോ, എക്സ്പ്രഷൻ എഴുതാമല്ലോ. എന്താണ് V1 = എന്ത് വരും, ഇവിടെയുള്ള ടേം കൂടെ ഉണ്ടാവും അല്ലേ, ദാറ്റ് ഈസ് M1 - M2 × U1 +2M2 U2. ഈ M2 + M1 അതല്ലെങ്കിൽ M1 + M2 ഇതിനെ നമുക്ക് നേരെ പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇൻറ്റു എന്നുള്ളതാണ്, താഴോട്ടൊരു ഡിവൈഡഡ് ബൈ എന്ന് വരും. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ M2 + M1, or you can write that is M1 + M2. And this equation, ഇത് കൊളീഷന് ശേഷം ഒരു പാർട്ടിക്കിളിൻ്റെ ഫൈനൽ വെലോസിറ്റി കാണാനുള്ള, അതായത് ഒന്നാമത്തെ പാർട്ട് M1 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ് V1. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇവിടെ നോക്കുക. M1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസ് നമുക്ക് അറിയുന്നതാണ്, M2 സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മാസ് അറിയുന്നതാണ്, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മാസ്, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, മാസ് അല്ലേ, ഇതെല്ലാം. അപ്പോൾ മാസിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റിയുടെയും ടേമിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കൊളീഷന് ശേഷമുള്ള ആ പാർട്ടിക്കിൾ, ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് V1 = M1 - M2 × U1 + 2M2 U2 / M1 + M2. സിമിലർലി ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് V2 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഇപ്പോൾ V1 ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, V2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് V2 കാണുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 1, ഇക്വേഷൻ 1ൽ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ എന്ത് ചെയ്യുക, അവിടെ V1 എന്ന് കാണുന്ന സ്ഥലത്ത് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അവിടെ ഒരുമിച്ച് എഴുതുന്നു. അതേപോലെ തന്നെ V2 എന്ന് പറയുന്ന ടേമിനെ മാത്രം ഇവിടെ നിർത്തിയ പോലെ ഒരു സൈഡ് നിർത്തുക, ബാക്കിയുള്ളതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം, ഒരുപോലെയുള്ള ടേമിനെ ആഡ് ചെയ്തിട്ടിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V2വിൻ്റെ വാല്യൂ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും.
സെയിം ഇതിൻ്റെ റിലേഷൻ ചെറിയ മാറ്റങ്ങൾ ഇവിടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളായിട്ട് കിട്ടുന്നത് ഇതേ രൂപത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ. അതിനുശേഷം ഞാൻ എഴുതാം. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ, അതായത് V2യുടെ വാല്യൂ കാണാൻ വേണ്ടി ആദ്യം V1 ഇക്വേഷൻ 3 ഇക്വേഷൻ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് V2യുടെ വാല്യൂ ഒന്ന് കാണാൻ ശ്രമിക്കാം. യെസ്, ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? V2യുടെ വാല്യൂ ഇക്വേഷനുമായിട്ട് ചെറിയൊരു കണക്ഷൻ നോക്കുക. V2 is equal to നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. M1 മൈനസ് M2 എന്നുള്ള നേരെ തിരിഞ്ഞിട്ട് എന്തായിട്ട് മാറും? M2 മൈനസ് M1. ഓക്കെ, ഈ 1 2 2 1 ആവും. ഇവിടെ U1 എന്നുള്ളത് നേരെ എന്തായിട്ട് മാറും? U2 ആകും. ഓക്കെ, പ്ലസ് 2 M2 U2 എന്നുള്ളത് മാറിയിട്ട് M1 U1 എന്നാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2, അത് M2 പ്ലസ് M1 ആവും. കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് M1 പ്ലസ് M2 ആൻഡ് ദിസ് ഈസ് ദ വാല്യൂ ഓഫ് V2, അല്ലെ, വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷമുള്ള സെക്കൻഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിലേഷൻസും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്കിവിടെ ചില സ്പെഷ്യൽ കേസുകൾ നിങ്ങളോട് ചോദിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കുകയാണ്, രണ്ട് പാർട്ടിക്കിളിന്റെ മാസും സെയിം ആണെങ്കിൽ ഇഫ് M1 is equal to M2, M1 ഉം M2 ഉം സെയിം മാസ് ആണ്. അപ്പൊ അതിന് നമ്മൾ M1 M2 എന്ന് കൊടുക്കേണ്ട, രണ്ടിനും എന്ത് കൊടുത്താൽ മതി? M എന്ന് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും V1 വരിക? ഇവിടെ M മൈനസ് M, ഈ ടേം 0 ആയി പോയി, പിന്നെ ഈ ടേം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും V1 വരിക? V1 is equal to ഈ ടേം M മൈനസ് M പറഞ്ഞാൽ 0 ക്യാൻസൽ ചെയ്യും, അല്ലേ? അപ്പൊ പിന്നെ ഇത് ഉണ്ടാവില്ല. പിന്നെ 2, അല്ലേ, 2 M U2 ഡിവൈഡഡ് ബൈ താഴെ M പ്ലസ് M എന്ന് വരും. M പ്ലസ് M എന്താണ് വരിക? 2M ആണ്. ആ 2M ഉം ഈ 2M ഉം കട്ട് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? U2. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഇത് ഒന്നാമത്തെ പാർട്ടി രണ്ടും ഒരേ മാസമാണ്. ഒന്നാമത്തെ പാർട്ടിക്കിൾ പതുക്കെ പോവാണ്, രണ്ടാമത്തെ സ്പീഡ് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എത്രയായിരുന്ന വെലോസിറ്റി, ആ വെലോസിറ്റി ആർക്ക് കിട്ടും? ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് പിന്നെ 10 മീറ്റർ പെർ സെക്കൻഡ് രണ്ടാമത്തെ പോകും. ഒന്നാമത്തിന്റെ വെലോസിറ്റി, ഇപ്പോൾ ഈ രണ്ടാമത്തിന്റെ വെലോസിറ്റി ഒന്നാമത്തിന്റെ വെലോസിറ്റി ആവും. അതേപോലെ ഒന്നാമത്തെ ഈ M1 എന്ന് പറയുന്ന പാർട്ടിക്കിളുടെ വെലോസിറ്റി ആദ്യം ഇത് പോയത് പതുക്കെയല്ല, അതേ സ്പീഡിലേക്ക് എന്ത് ചെയ്യും? മാറും. അതാണ് പറഞ്ഞത്. U2 എന്ന് പറഞ്ഞാൽ എന്താ? M2വിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ആദ്യത്തെ വെലോസിറ്റി. അതാണ് എന്ത്? ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി ഈ കേസിൽ. അതേപോലെ തന്നെ V2 എന്താ വരിക? V2 ഇവിടെ നോക്കുക, ഈ ടേം 0 ആയി, പിന്നെ അവിടെ 2M U1 ബൈ M1 പ്ലസ് M2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? M പ്ലസ് M 2M എന്ന് വരും. 2M, ആ 2M ഉം 2M കട്ട് ചെയ്ത് ദാറ്റ് ഈസ് U1 എന്ന് വരും. ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇനീഷ്യൽ വെലോസിറ്റിയും, രണ്ടാമത്തെ പാർട്ടിക്കിളുടെ ഫൈനൽ വെലോസിറ്റി ഒന്നാമത്തെ പാർട്ടിക്കിളുടെ വെലോസിറ്റികൾ അങ്ങനെ ഇന്റർചേഞ്ച് ആവുക ചെയ്യുക. അപ്പോൾ ഇതൊരു കേസാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ കേസാണ്. കേസ് 1 ആണ്. ഇഫ് M1 is equal to M2 is equal to M, രണ്ടും എന്താണ്? മാസ് സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് ഇഫ് M1 is equal to M2 is equal to M. നേരത്തെ പറഞ്ഞ രണ്ട് പാർട്ടിക്കിളിലെയും മാസ് സെയിം ആണ്. പിന്നെ രണ്ടാമത്തെ പാർട്ടിക്കിൾ, അല്ലെ, രണ്ടാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റ് അനങ്ങാൻ, ഒന്നാമത്തെ പാർട്ടിക്കിൾ ഒന്നും രണ്ടാമത്തെ ഇടിക്കുകയാണ്. എന്താ സംഭവിക്കുക? നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ആ ഇക്വേഷൻ V1 എന്തായിരിക്കും? V1 is equal to, ഈ ഇക്വേഷനിൽ എന്താ സംഭവിക്കുക? V1 is equal to എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ഈ ഇക്വേഷൻ കൊടുക്കണം എന്നില്ല, ഇതിൽ കൊടുത്താലും മതി, അല്ലെ? ഇവിടെ നമ്മൾ M1 M2 ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക, U2 എന്നാണ്. പിന്നെ U2 0 കൂടി ആണെങ്കിൽ V1 ഈക്വൽ ടു എന്താ വരിക? V1 ഈക്വൽ ടു 0 എന്നല്ല വരിക. അതായത് തുടക്കത്തിൽ ഈ ഇതൊന്നും അനങ്ങാൻ നിൽക്കുകയാണ്, സെയിം മാസുള്ള പാർട്ടിക്കിളാണ്. ഒന്ന് വന്നിട്ട് ഇതിനെ ഇടിച്ചു കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്കിള് ഇതിന്റെ സ്പീഡിൽ വെലോസിറ്റി ഞങ്ങൾ പോവുക ചെയ്യുക. ഒന്നാമത്തിന്റെ വെലോസിറ്റി 0 ആവും. അതാണ് ചോദിച്ചത്. V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിൾ മാസാണ്, അപ്പൊ വെലോസിറ്റി ആണ്, അല്ലെ? അപ്പൊ ഇത് വന്നിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി, ഇടി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൊളീഷൻ കഴിഞ്ഞാൽ ഇത് റെസ്റ്റിലായിരിക്കും. അതാണ് V1 ഈക്വൽ ടു 0. അതേപോലെ തന്നെ V2 ഈക്വൽ ടു എന്തായിട്ട് വരും? V2 ഈക്വൽ ടു എന്തായിട്ട് വരും? അവിടെ U1 തന്നെ വരും. V2 is equal to U1. അതായത് രണ്ടാമത്തെ പാർട്ടിക്കിളുടെ വെലോസിറ്റി ഒന്നാമത്തെ പാർട്ടിക്ക് ഇടി കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി എന്തായിരുന്നു? അതാണ് രണ്ടാമത്തെ പാർട്ടിക്കിളിന് കിട്ടുക. അതാണ് V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U1 ആയിരിക്കും. ഈ ഒരു കേസസ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ഡയമെൻഷണൽ കൊളീഷന്റെ ഭാഗത്ത് നിങ്ങൾ ഇത്രയും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ കൊളീഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ പറയാണ്. 2 ഡയമെൻഷൻ കൊളീഷൻ ശ്രദ്ധിക്കുക. ഒരു പാർട്ടിക്കിൾ M1, അതിന്റെ മാസ്
u1 അതിന്റെ വെലോസിറ്റി, ആ വെലോസിറ്റി വരികയാണ് മറ്റൊരു പാർട്ടിൽ m2 റെസ്റ്റിലാണ്, സോ u2 is equal to 0. ഇതിന്റെ മുകളിൽ കൊളീഷൻ നടക്കുമ്പോൾ ഒരു എഡ്ജിലാണ് ഇതുണ്ട്, അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും പോവാണ് ഒന്ന് ഇങ്ങോട്ടും പോവാണ്. So m1 is moving along this direction by making θ1 along with the x-axis. ഹൊറിസോണ്ടലുമായിട്ട് x-axisമായിട്ട് θ1 ആംഗിളിൽ m1 ഇങ്ങോട്ട് പോവാണ് with a velocity v1. കൊളീഷനേഷൻ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. അതുപോലെ m2 ഈ ഒരു ഡയറക്ഷനിൽ പോവാണ് വിത്ത് എ വെലോസിറ്റി v2. അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കുക, ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, വെലോസിറ്റി. അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നൊരു ഹൊറിസോണ്ടൽ കോമ്പണന്റും മറ്റൊന്ന് വെർട്ടിക്കൽ കോമ്പണന്റും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ വെലോസിറ്റിയിലേക്ക് നമ്മൾ ഈ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിളും തീറ്റ തന്നെയാണ്. അപ്പോൾ v2വിൻ്റെ നമ്മൾ ആംഗിൾ അല്ലേ, ഒരു വെക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു വെക്ടറിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, ഒന്ന് ഹൊറിസോണ്ടൽ ഒന്ന് വെർട്ടിക്കൽ. അപ്പോൾ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് എ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ ഈ ആംഗിൾ എടുക്കുന്ന സൈഡിനെ നമുക്ക് എ കോസ് തീറ്റ എന്നും ഈ സൈഡിനെ നമുക്ക് എ സൈൻ തീറ്റ എന്നും എഴുതാം അല്ലേ. ഒരു വെക്ടർ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഈ v2വിനെ ഞാൻ ഹൊറിസോണ്ടൽ ഉള്ളതിനെ v2 കോസ് തീറ്റ 2 എന്നും, ഇത് തീറ്റ 2 ആണ് എന്നും, വെർട്ടിക്കൽ ഉള്ളതിനെ v2 സൈൻ തീറ്റ 2 എന്നും എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ v1 അല്ലെ, v1നെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഹൊറിസോണ്ടൽ ഉള്ളതിനെ v1 കോസ് തീറ്റ 1 എന്നും വെർട്ടിക്കൽ ഉള്ളതിനെ v1 സൈൻ തീറ്റ 1 എന്നും എഴുതാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിട്ട് അതിന് വെലോസിറ്റി ഉണ്ട് അല്ലെ, m1ന് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട്, അത് v2 കോസ് തീറ്റ 2 ആണ്. സോറി m2ന്, m1നും ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ട്, അത് v1 കോസ് തീറ്റ 1 ആണ്. അതുപോലെ തന്നെ m1ന് വെർട്ടിക്കൽ ആയിട്ട് അല്ലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ മാത്രം, പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ട്, y ഡയറക്ഷൻ വെലോസിറ്റി ഉണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങോട്ടുള്ള വെലോസിറ്റി v2 സൈൻ തീറ്റ 2, അതുപോലെ തന്നെ v1 സൈൻ തീറ്റ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചോ നമുക്കറിയാം ഇതൊരു 2 ഡയമെൻഷണൽ കൊളീഷൻ ആണ്. ഇപ്പൊ 2 ഡയമെൻഷണൽ കൊളീഷൻ ആണെങ്കിൽ പോലും നമുക്ക് പറയാം മൊമെന്റം, നമ്മൾ ഈ മൊമെന്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ആദ്യം എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാം. എന്താണ് മൊമെന്റം p along x direction is conserved അല്ലെ. എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ, ഇപ്പോൾ ഇനീഷ്യൽ കൊളീഷന് മുമ്പ് എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റവും കൊളീഷന് ശേഷം എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ പാർട്ടിക്കുലർ മൊമെന്റ് എന്താണ്, ദാറ്റ് ഈസ് m1u1 അല്ലെ, m1u1 പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കുലർ മൊമെന്റ് m2u2 0 ആണല്ലോ. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ m1u1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊളീഷന് ശേഷം എക്സ് ഡയറക്ഷനിലുള്ള, എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള മൊമെന്റ് എന്താണ്, ഒന്നാമത്തെ പാർട്ടിക്കുലർ മാസ് m1 ആണ്. അതിന്റെ വെലോസിറ്റി എക്സ് ഡയറക്ഷണൽ വെലോസിറ്റി v1 കോസ് തീറ്റ 1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം m1 v1 cos theta 1. This is the momentum of the particle along x direction. m-ന്റെ മൊമെന്റ് ആണ്, m1ന്റെ മൊമെന്റം ഈ ഡയറക്ഷനിൽ m1 മാസും ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് m1 v1 cos theta 1 പ്ലസ് ഇനി m2വിനും ഈ ഡയറക്ഷൻ വെലോസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ മൊമെന്റം ഉണ്ടാവും. അതെന്താണ് m2 ഇൻറ്റു എന്താണ് വരിക v2 cos theta 2. അപ്പോൾ ഇതാണ് എന്ത് കൊളീഷന് ശേഷം എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ എക്സ് ഡയറക്ഷണൽ മൊമെന്റം കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഇനി മൊമെന്റം എലോങ് y ഡയറക്ഷനിലുള്ള മൊമെന്റം നമുക്ക് കണ്ടൂടെ. കൊളീഷൻ മുമ്പ് ഈ m1 ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, m2 അനങ്ങാൻ നിൽക്കുകയാണ്. y ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ ഏതെങ്കിലും പാർട്ടിക്കിൾ? ഇല്ല, എക്സിൽ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ മൊമെന്റം എലോങ് y ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. എന്നാൽ കൊളീഷന് ശേഷം ഇതിന് അല്ലെ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. സോ അതിന് രണ്ട് ഡയറക്ഷൻ വെലോസിറ്റി. ഇപ്പോൾ m1 നിങ്ങൾ മുകളിലേക്കുള്ള v1 പോസിറ്റീവ് ആയിട്ടാണ് വെലോസിറ്റി എടുക്കുന്നതെങ്കിൽ താഴോട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ m1ന്റെ ഡയറക്ഷൻ മുകളിലേക്ക് പോസിറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ y ഡയറക്ഷണൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ദാറ്റ് ഈസ് m1 ഇൻറ്റു y ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ് v1ന്റെ വെലോസിറ്റി, ഇങ്ങോട്ടുള്ള വെലോസിറ്റി എന്താണ് v1 സൈൻ തീറ്റ 1 ആണ്. v1 സൈൻ തീറ്റ 1 പ്ലസ്
ഇനി നോക്കുക താഴോട്ട് രണ്ടാമത്തെ വെലോസിറ്റി m2ന്റെ വെലോസിറ്റി എന്താണ് താഴോട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ആ കൊടുക്കേണ്ടത്. കാരണം ഒന്ന് മുകളിലേക്ക് പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് എന്ത് കൊടുക്കാം m2 താഴോട്ടുള്ള വെലോസിറ്റി എന്താണ് ദാറ്റ് ഈസ് v2 സൈൻ തീറ്റ. അതായത് y ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വെർട്ടിക്കൽ ആയിട്ട് ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ട്, അതാണ് y ഡയറക്ഷൻ. അപ്പോൾ അത് കൊളീഷന് ശേഷം മാത്രമേ വെർട്ടിക്കൽ ആയിട്ട് മൊമെന്റ് ഉള്ളൂ, കൊളീഷന് മുമ്പ് ഇല്ല, അത് 0 ആണ്. സോ യു വിൽ ഗെറ്റ് അനദർ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഈ എക്സ്പ്രഷൻ ആണ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇനി മറ്റൊന്ന്, ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണല്ലോ അല്ലെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് യു ക്യാൻ സേ സിൻസ് എന്താണ് സിൻസ് കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് അല്ലെ, കൈനറ്റിക് എനർജി എന്താണ് കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ആണ് അല്ലെ. കൊളീഷൻ നമുക്കറിയാം എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, അവിടെ ഡയറക്ഷൻ നോക്കണ്ട, എന്ത് മാത്രം നോക്കിയാൽ മതി മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇപ്പോൾ v1 m1ന്റെ ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി, അതിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ഡയറക്ഷൻ്റെ ആവശ്യമില്ല. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി എന്താ, ഫസ്റ്റ് പാർട്ടിക്കുലർ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് m1 u1² ആണ്, പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റ് അല്ലേ, അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ടോ ഇല്ല, 0 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു കൊളീഷന് ശേഷം ഒന്നാമത്തെ പാർട്ടിക്കിൾ കൈനറ്റിക് എനർജി എന്താണ് ദാറ്റ് ഈസ് ഹാഫ് m1 ഇൻറ്റു അതിന്റെ വെലോസിറ്റി v1 ആണല്ലോ, v1² എന്ന് എഴുതിയാൽ മതി. അവിടെ ഇനി വേറെ സ്പ്ലിറ്റ് ഡയറക്ഷൻ നോക്കണ്ട, കാരണം കൈനറ്റിക് എനർജി ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് v1 മാത്രം എടുത്താൽ മതി. ഓക്കെ, v1² പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൈനറ്റിക് എനർജി എങ്ങനെ കാണാം, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പാർട്ടിക്കിളിന്റെ മാസ് m2 ഇൻറ്റു വെലോസിറ്റി എന്താണ് v2². സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഇതാണ് മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ. ദിസ് ഈസ് അലോങ് x ആക്സിസ് ആൻഡ് ദിസ് ഈസ് അലോങ് y ആക്സിസ് ഓർ y ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി, എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2 ഡയമെൻഷണൽ കൊളീഷന്റെ കേസിൽ ഈ റിലേഷൻസ് ഓർത്തിരിക്കുക. ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ റിലേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുപോലെ ഇതിന് മുമ്പ് 1 ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസ് എങ്ങനെയാണ് ചെയ്യാമെന്നും എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടുതൽ പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.